ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകണേ. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ കടയിലേക്ക് പോകാൻ നിൽക്കണ വഴിയായപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വീടും അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പാടമൊക്കെ ആയിട്ട് കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ എടുത്തിട്ടാണ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ ഫാമിലിയിലാണ് പോണത്. എല്ലാവരും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ ഓരോന്നിങ്ങനെ ഡ്രസ്സുകളും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സാരി തന്നെ നോക്കിയിട്ട്, ആ സാരി വെച്ചാൽ ഫാൻസി സാരി പോലത്തെ ഇല്ല, അങ്ങനത്തെ കേട്ടാ. അതാണ് ഞങ്ങൾ ആദ്യം തന്നെ നോക്കിയത് കേട്ടോ. അപ്പോൾ ബ്രൈഡ് വരണാട്ടി മുന്നേ ആയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫാൻസി സാരി നോക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ റിസപ്ഷനുള്ള ലാച്ച അല്ല, ഇങ്ങനെ ലാച്ച പോലെ തന്നെ ഒരു ഡ്രസ്സ് അങ്ങനെ നോക്കിയത് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാണേ. നല്ല കളറില്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുത്തോളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കാണിച്ച് ഓരോന്നും ഇങ്ങനെ കാണിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു സെറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത് എന്താ അറേബ്യൻ്റെ കുറച്ചൊരു മോഡലായിട്ടുള്ള ഒരു ഇതാന്ന് പറഞ്ഞിട്ട്, ഇപ്പോഴത്തെ മോഡലാന്ന് പറഞ്ഞിട്ട് ഒരു വേറൊരു കളക്ഷൻ കാണിച്ചു തന്നു കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതാ അതേപോലെ കേട്ടോ. നേരത്തെ ഒരു സെയിൽസ്മാൻ എടുത്ത് കാണിച്ചു തന്നില്ലേ, അതേപോലെ അതിൻ്റെ ഷോളാണത്. ഫുൾ ലെങ്തായിട്ട് പിന്നെ ലാസ്റ്റിലൊരു ഇങ്ങനെ കുറേ കുനിപ്പ് പോലെ അങ്ങനത്തതാണ് ഇപ്പോഴത്തെ മോഡൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കളർ കാണിച്ചു തന്നു. പിന്നെ അതിൻ്റെ തന്നെ ഒരു നീല, ഒരു കുഴപ്പമില്ല, നല്ല നീല എടുത്ത് കാണിച്ചു തരുന്നു. അങ്ങനത്തത് കാണിച്ചു തന്നു. വേണ്ട, ഇങ്ങനെ നല്ല രസമുണ്ട് അത് കാണാൻ. അതിൻ്റെ ഫ്രണ്ടിലത്തെ ടോപ്പാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് നോക്കി. അപ്പോൾ നല്ല അത്യാവശ്യം വർക്കും ഹെവി വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കാണിച്ചു തന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഐറ്റംസുകൾ ഇങ്ങനെ കുറേ കളർ ഷെയ്ഡുള്ളതും പിന്നെ ഒരു മെറൂൺ കളറിൽ, ഒരു പിങ്ക് കളറിൽ, പിന്നെ റെഡ്, അങ്ങനത്തെ കാണിച്ചു തന്നു. പിന്നെ ഒരു ഓറഞ്ച്, ഇപ്പോഴത്തെ മോഡൽ ഒരു എന്തോ ഒരു പേര് പറയില്ലേ അതിന്, അങ്ങനത്തെ ഒരു കളറും കൂടി കാണിച്ചു തന്നു കേട്ടോ. അതും അതിൽ കിടക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു കളറ്. പിന്നെ ഒരു ഗ്രീന് കാണിച്ചു തന്നു കേട്ടോ. ഇതൊക്കെ അവരെ പാർട്ടി വെയറാണ് കേട്ടോ. ഫുള്ള് ബ്രൈഡിൻ്റെ തന്നെ ഫുൾ ലെങ്തായിട്ട് ഒരു വലിയ ഫ്ലോർ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെറ്റ് സാരിയിൽ കുറച്ച് നോക്കിയിട്ടാ. പക്ഷെ ആ സെറ്റ് സാരി വലിയ ഭംഗി തോന്നിയില്ല. ഈ ഫാൻസി സാരി നല്ല രസം തോന്നിയിട്ടാണ്. ഫാൻസി വെച്ചാൽ നല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും, നല്ല ഫുൾ ലെങ്തായിട്ട് ഇങ്ങനെ വൺ ലെയറിലിടുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞില്ല, ഒരു അറേബ്യൻ്റെ ഒരു ഇതൊന്ന് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചു തന്നതാണ് ഈ ഡ്രസ്സ്. ഇതിൻ്റെ ലാസ്റ്റിൽ ഇങ്ങനെ ഒരു കുനിപ്പ് പോലെ ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഫുള്ള് ബ്രൈഡിൻ്റെ തന്നെ കാണിച്ചിരുന്നായിരുന്നു. പിന്നെ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു പച്ച, ഒരു നീല നേരത്തെ കാണിച്ചത്. എന്നിട്ട് ഞങ്ങൾ ഈ നീലയാണ് ഞങ്ങൾ എടുത്തത്. അതിൻ്റെ തന്നെ പച്ച കാണിച്ചു തന്നു. പിന്നെ ഇതുപോലത്തെ ഒരു ഓറഞ്ച് പറഞ്ഞില്ലേ, അതും നല്ല രസം തോന്നി, അതും ഇഷ്ടപ്പെട്ടു, ഇതും ഇഷ്ടമായി. പിന്നെ ഒരു നീല സാരി, അത് ഫാൻസി സാരി പോലെ തന്നെ, അതും കാണിച്ചു. അങ്ങനെ കുറേ ഒക്കെ അതൊക്കെ നോക്കി, ഇതും ഇട്ട് നോക്കി കേട്ടോ.
അതും കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിങ്ങനെ കുറേ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നില്ല. അപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ മോളെ ഒരു വികൃതികൾ അത് കാണിച്ച് മിററിൻ്റെ അടുത്ത് ചെന്നിട്ട് പിന്നെ അവിടെ തന്നെ നമ്മൾ വേറൊരു സെറ്റ് കാണിച്ചു തന്നു കേട്ടോ. അതിങ്ങനെ ഫുള്ളായി ലെങ്ത്തായിട്ട് തന്നെ അതിങ്ങനെ നല്ല ഇങ്ങനെ എന്തെന്നാ പറയുക, ഇതിനെ നല്ല കവർ ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കണ പോലത്തെ ഇല്ലേ, അങ്ങനത്തത് ഇങ്ങനെ അങ്ങനത്തെ ലാച്ചകൾ കൂടുതൽ കാണിച്ചു കേട്ടോ. അത് സോറി കേട്ടോ എന്നിട്ടാണേ. അപ്പം അങ്ങനത്തത് 2-3 കളറ് കാണിച്ചു തന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കുറേ കളറ് കാണിച്ചു തന്നു. ഇത് രസമുണ്ട്, ഈ കളറാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയാം. അത് കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ വിശക്കൽ തുടങ്ങിയല്ലോ, അതല്ലേ പ്രധാനം. പിന്നെ മന്തി ഓർഡർ ചെയ്തു വേറൊരു കടയിൽ പോയിട്ട്. മന്തിക്കട തന്നെയാണ്, മെഹദി അങ്ങനെ എന്തോ പറഞ്ഞൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ പോയിട്ട് മന്തി റൈസും എന്തോ മേടിച്ചു. നല്ല എന്താ പറയുക, കുഴിമന്തിയുടെ ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ. ഫുള്ളായിട്ട് നല്ല ടേസ്റ്റ്, നല്ല മസാലയുടെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ സാധാ വീട്ടിലിടുന്ന പോലത്തെ ക്ലോത്തുകളിൽ ചുരിദാറുകൾ നോക്കി, ഡെയിലി യൂസ് പോലത്തെ കുറച്ചിങ്ങനെ ഐറ്റംസുകൾ നോക്കി. അത് കഴിഞ്ഞപ്പോൾ ബ്രൈഡ് കഴിഞ്ഞു, പിന്നെ ഗ്രൂം നോക്കണ്ടേ. അപ്പോൾ അവൻ്റെതും കുറച്ച് നോക്കി, അങ്ങനത്തെ കോട്ട് സെറ്റ് അങ്ങനത്തെ കുറേയൊക്കെ അവൻ്റെതും നോക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെത് നോക്കാൻ നിന്നു കേട്ടോ, എന്നുവെച്ചാൽ ചെക്കൻ്റെ. അപ്പം അത് നോക്കാൻ കുത്തിയിരുന്നു, കുറേയൊക്കെ നോക്കി. പിന്നെ 2-3 ഇങ്ങനെ ഇട്ട് നോക്കിയിട്ടാ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇട്ട് നോക്കിയ ഒരു നിക്കാഹിൻ്റെ ഒരു വൈബാണ് കേട്ടത്. അങ്ങനെ 2-3 അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടമായത് ഇപ്പോൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഇട്ട് നോക്കിയപ്പോൾ അവൾക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ഒരേ അംഗങ്ങളാണ് കേട്ടോ അതൊക്കെ. അവളുടെ ഒരേ അംഗങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കടോ. എന്താണ് നിങ്ങളിങ്ങനെ കണ്ട് കയറി വരട്ടെ, നിങ്ങളെ സപ്പോർട്ട് കൊണ്ടുകൂടി കയറി വരണ്ടേ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡ്രസ്സ് സാധാ നല്ല രസമല്ലേ കാണാൻ. ഞാനിത് കുറച്ചിങ്ങനെ കണ്ടപ്പോൾ നല്ല കളർ അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. അവിടെ തന്നെ ഒരു ടീ സെറ്റപ്പ് ഒക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോയി. ഇളനീരിൻ്റെ ജ്യൂസില്ലേ, ഷേക്ക്, അത് കുടിക്കാൻ കയറി. അപ്പോഴാണ് ഇവിടെ വാച്ച് ചെയ്യണ പോലെ കണ്ടത്, ഉപ്പിലിട്ടത് പല ഐറ്റംസുകളും കിട്ടാം.